നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 493 493. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 493. സർഗം 232 യയാതി ചരിതം എന്നതിൽ 29ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് നിർത്തിയത്. നൃപൻ പോകവയ്യ അച്ഛൻ്റെ അരികിൽ ചെന്ന് ചൊല്ലിനാൾ, സർമ്മിഷ്ട ചെയ്തതും മറ്റും ശുക്രനും മാഴികയോതിനാൻ. അതായത് തനിക്കുണ്ടായിട്ടുള്ള അവസ്ഥകളുടെ എന്താണെന്ന് പറയുക, മോശമായിട്ടുള്ള അവസ്ഥകളെപ്പറ്റി രാജാവിനോട് പറഞ്ഞ് മനസ്സിലാക്കി. ആരെ? ഈ ശുക്രാചാര്യർ, അവരുടെ കുലഗുരു. പിന്നെ പറയണു 30ാമത്തെ ശ്ലോകം, പൗരോഹിത്യം വേണ്ട നമുക്ക് ഉഞ്ചവൃത്തിയെടുത്തിടാം, ഉടൻ താൻ മകളോടൊപ്പം കൊട്ടാരം വിട്ടിറങ്ങിനാൻ. തൻ്റെ മകൾക്ക് നാണക്കേടുണ്ടാക്കിയിട്ടുള്ള പെരുമാറ്റം രാജാവിൻ്റെ മകളിൽ നിന്നുണ്ടായതുകൊണ്ട് ഞാൻ അങ്ങയുടെ കുലത്തിനുള്ള പൗരോഹിത്യം ഇവിടെ അവസാനിപ്പിക്കണം. എനിക്ക് പൗരോഹിത്യത്തിനേക്കാൾ വലുത് എൻ്റെ മകളുടെ അഭിമാനമാണ്, സ്നേഹമാണ്, ആദരവാണ്, ഒരച്ഛൻ എന്നുള്ള നിലയിൽ. അതുകൊണ്ട് ഞാൻ എൻ്റെ പദവി രാജിവെച്ച് പോണു എന്ന് പറഞ്ഞു. എന്നിട്ടോ എങ്ങനെ ജീവിക്കുക? ഉഞ്ചവൃത്തി എന്ന് പറഞ്ഞാൽ ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞ് ഭിക്ഷ എടുത്ത് ജീവിച്ചോളാം. അല്ലെങ്കിൽ കൊയ്ത പാടങ്ങളിൽ വരമ്പൽ വീണ് കിടക്കുന്ന ധാന്യമണികളെ സ്വീകരിച്ച് വിശപ്പ് മാറ്റാം എന്നാണ് ശരിക്കും ഉഞ്ചവൃത്തി എന്ന് പറഞ്ഞാൽ. ഒരാൾ കൊടുക്കല്ല, വീണ് കിടക്കണത് എടുത്ത് കഴിക്കുക എന്നാണ് അർത്ഥം പറയാം. അപ്പോൾ പറഞ്ഞു, ശത്രുഭാഗത്തു ചേർന്നേക്കും എന്നോർത്തു സുരപുങ്കവൻ. തൻ്റെ ശത്രുക്കളുടെ ഭാഗത്ത് പോയിട്ട് ഇദ്ദേഹം കുലഗുരുവായാൽ എനിക്കുണ്ടായ ശ്രേയസ്സൊക്കെ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ശത്രുഭാഗത്തു ചേർന്നേക്കും എന്നോർത്ത സുരപുങ്കവൻ നമസ്കരിച്ചാൻ വഴിയിൽ ചെന്നുടൻ ഗുരുനാഥനെ. അപ്പോൾ ഗുരുനാഥന്മാരെ എത്രത്തോളം ലാവിഷായിട്ട് ബഹുമാനിച്ചിട്ടാണ് പണ്ട് കരുതിയിരുന്നത് എന്ന് നമുക്ക് നിന്ന് മനസ്സിലാവും. അതിന് അർഹതയും വേണം, വെറുതെ അല്ല ഗുരുനാഥനാവുക. അപ്പോൾ ശത്രുപക്ഷത്തു ചേർന്നേക്കും എന്നോർത്ത് സുരപുങ്കവൻ നമസ്കരിച്ചാൻ വഴിയിൽ ചെന്നുടൻ ഗുരുനാഥനെ. ക്ഷണം ചിരിച്ചോതി ഗുരു ശിഷ്യനിൽ കനിവാർന്നവൻ. വാത്സല്യപൂരിതമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ രാജാവ് വഴിയിൽ തന്നെ വഴി തടഞ്ഞ് വീണ് നമസ്കരിക്കുക, എന്നെ രക്ഷിക്കണേ, എന്നെ കൈവിടരുതേ എന്ന് പറയാം. അപ്പോൾ ശിഷ്യനിൽ കനിവാർന്നവൻ, ഇവൾ തന്നിഷ്ടം എമ്മട്ടിൽ വിടും ഞാൻ അതു ചെയ്യുക നീ. അതായത് എനിക്ക് എൻ്റെ മകളും വേണം, താനും രാജാവും വേണം, രാജ്യവും വേണം. അപ്പോൾ ശിഷ്യനിൽ കനിവാർന്നവൻ, ഇവൾ തന്നിഷ്ടം എമ്മട്ടിൽ വിടും ഞാൻ അത് ചെയ്യുക നീ. എൻ്റെ മകളെ സന്തോഷിപ്പിച്ചാൽ ഞാൻ നിനക്ക് വീണ്ടും രാജഗുരുവായിട്ടിരിക്കാം എന്ന് പറഞ്ഞു രാജാവിനോട്. അപ്പോൾ ചെയ്യാം എന്നോദീ ദൈത്യേന്ദ്രൻ. ശരി, ഞാൻ ചെയ്യാം. അങ്ങയുടെ മകൾക്ക് വന്ന മാനഹാനി ഞാൻ മാറ്റാം. അതാണ് പറഞ്ഞത്. ചെയ്യാം എന്നോദി ദൈത്യേന്ദ്രൻ ചൊല്ലിനാൾ ദേവയാനിയും, എന്നെ കൊടുക്കുന്നിടത്ത് എൻ ദാസിയായി ഇവൾ നിൽക്കണം. എന്നെ കല്യാണം കഴിച്ച് കൊടുക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ മകളെ രാജകുമാരി ദാസിയായിട്ട് വരണം എന്നാണ് പറഞ്ഞത്. അത് കുറച്ച് കടന്ന കൈയായിപ്പോയി ഇല്ലേ? അപ്പം രാജഗുരുവിനുള്ള മാനസികാവസ്ഥ അല്ലല്ലോ രാജഗുരുവിൻ്റെ മകൾക്ക് അഹങ്കാരം കൂടും. അച്ഛൻ രാജഗുരു ആണ് എന്നുള്ള അഹങ്കാരം. അപ്പോൾ ബ്രാഹ്മണ സ്ത്രീയാണ്,
അപ്പോൾ അങ്ങനത്ര അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ഈ കഥയുടെ ട്വിസ്റ്റ് കണക്കാക്കുമ്പോൾ നമ്മളിതൊക്കെ ഓരോ ക്യാരക്ടേഴ്സിനും നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, കാര്യഗൗരവം തൻ്റെ വർത്തൻ കഷ്ടവും ഓർത്തുടൻ ശർമ്മിഷ്ഠദാസിയായി ചെന്നാളായിരം തോഴിമാരോടും. അപ്പോൾ ശർമ്മിഷ്ഠയ്ക്ക് വേറെ നിവൃത്തിയില്ല. അച്ഛൻ്റെ ഭാഗ്യം തുലാസിലാവാൻ പാടില്ല. അച്ഛനോടുള്ള ഒരു മകളുടെ ഉത്തരവാദിത്തമായ സമീപനം, രാജ്യത്തിൻ്റെ ഊനം തട്ടത്തക്ക വിധത്തിൽ നമ്മൾ പെരുമാറാൻ പാടില്ല. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ പൗരന്മാരും ശ്രദ്ധിക്കണം. അതൊക്കെ ഇന്നത്തെ കാലത്ത് സനാതനധർമ്മത്തിലെ ഭാരതീയ ജനസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് കൂറുണ്ടായിരിക്കണം, ജന്മഭൂമിയോട് കൂറുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ മോശമാണ്. അപ്പോൾ ഇവിടെ കാര്യഗൗരവം തൻ്റെ കഷ്ടവും ഓർത്തുടൻ, ഞാൻ ഈ ഒരു ഉദാരശീലത്വം വഹിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ അച്ഛനും ഈ രാജ്യവും പോയി വീഴാവുന്ന ദുർഗതിയിൽ നിന്ന് അവരെ സംരക്ഷിക്കുക എന്ന ഒരു ഉത്തമ ശ്രേഷ്ഠമായ ഒരു വിചാരധാരയുടെ മാധ്യമത്തിൽ കൂടിയാണ് ഞാൻ ദാസിയായിട്ടിരുന്നോളാം. ശർമ്മിഷ്ഠദാസിയായി ചെന്നാളായിരം തോഴിമാരോടും യയാതിക്കേകി മകളെ ആചാര്യൻ ഗൂഢമോദിനാൻ. യയാതി എന്ന് പറയുന്ന ആൾക്ക് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. സ്വകാര്യമായിട്ട് രാജാവിനോടൊരു കാര്യം പറഞ്ഞു, ഒരു കാര്യമുണ്ട്, എൻ്റെ മകളെ ഞാൻ അങ്ങേക്ക് വിവാഹം ചെയ്തു വരുന്നു. അപ്പോൾ ഞാൻ ഏത് രാജ്യത്തെ രാജഗുരുവാണ്, അവിടുത്തെ രാജകുമാരി സംഗതി വശാൽ എൻ്റെ മകളുടെ ദാസിയാണിപ്പോൾ. അതുകൊണ്ട് അങ്ങ് എൻ്റെ മകളെ വേണ്ട മാതിരി രാജപത്നിയാക്കി വയ്ക്കാമെന്നല്ലാതെ കണ്ട് ദാസിയുടെ അടുത്ത ഒരു ഒളിയമ്പ് കണ്ണുകൊണ്ടുണ്ടാവാൻ പാടില്ല. അതാണ് പറഞ്ഞത്. യയാതിക്കേകി മകളെ ആചാര്യൻ ഗൂഢമോദിനാൻ. ഓരോരോ ജോലിയും ചൊല്ലി അസുര പെണ്ണൊരിക്കലും കിടപ്പ് മുറിയിൽ കയറായത് അങ്ങെന്നോർത്തു കൊള്ളണം. ദാസിപ്പെണ്ണ്, അതായത് ശർമ്മിഷ്ഠ നിങ്ങളുടെ അല്ലെങ്കിൽ തൻ്റെ അങ്ങയുടെ കടപ്പറയിലുണ്ടാവാൻ പാടില്ല. കടപ്പറയിൽ പോയാലല്ലേ കാര്യം ഉള്ളൂ. ശ്രദ്ധിക്കണം കാര്യങ്ങൾ. കിടപ്പ് മുറിയിൽ കയറായെങ്കിൽ ഇതങ്ങെന്നോർത്തു കൊള്ളണം. അപ്പം ഞാനവിടെ പക്ഷേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് കടപ്പറയിലില്ലാതെ കണ്ട് ഒരു ഭവനം ഉണ്ടാക്കി കൊടുത്തിട്ട് രാജാവിന് വേണമെങ്കിൽ അവിടെ അവളെ വയ്ക്കാം. അങ്ങനെ ഉണ്ടായത്. അതുകൊണ്ടാണ് പറയാൻ കാരണം. ദേവയാനിക്കു മകനെ കണ്ടു ശർമ്മിഷ്ഠഗൂഢമായി ഒരു നാൾ. അതെ, 35 കഴിഞ്ഞ് 36. ദേവയാനിക്കു മകനെ കണ്ട് ശർമ്മിഷ്ഠഗൂഢമായി ഒരു നാൾ ഋതുകാലത്തു കെഞ്ചി രാജാവോടെത്രയും. അതെ 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 അതെ. അപ്പോൾ നിഗൂഢമായിട്ട് ശുക്രാചാര്യർ യയാതിയോട് പറയുണ്ടായി, അങ്ങ് എൻ്റെ മകളെ വിവാഹം കഴിച്ച് കൊണ്ടുപോയാൽ ആ സ്ഥാനത്ത് വേറൊരാളെ, പ്രത്യേകിച്ചും ഈ ദേവയാനീനെ ശ്രദ്ധിക്കരുതെന്ന് പറഞ്ഞല്ലോ. ഒരൊറ്റ ശ്ലോകം കൊണ്ട് കഥ മാറി. എന്താ? ദേവയാനിക്കു മകനെ കണ്ടു. അതായത് യയാതിയിൽ ദേവയാനിക്കു മകനെ കണ്ട് ശർമ്മിഷ്ഠഗൂഢമായി ഒരു നാള് ഋതുകാലത്തു കെഞ്ചി രാജാവോടെത്രയും. അതെ, ദാസി കെഞ്ചി. എന്താ പറഞ്ഞത്? സന്താനാപേക്ഷയും തൻ്റെ ധർമ്മവും ഭാർഗവാജ്ഞയും നന്നാ ചിന്തിക്കലും ദൈവേച്ഛയെന്നോർത്തു വഴങ്ങിനാൻ. വളരെയധികം നിഗൂഢങ്ങളായ സത്യങ്ങൾ. എന്താ സത്യം? കണ്ടതും കേട്ടതുമല്ല, അനുഭവമാണ് സത്യം. അപ്പോൾ പറഞ്ഞു സന്താനാപേക്ഷയും, അതായത് ദേവയാനിക്കു മകനെ കണ്ടു ശർമ്മിഷ്ഠ ഗൂഢമായൊരു നാൾ ഋതുകാലത്തു കെഞ്ചി രാജാവോടെത്രയും സന്താനാപേക്ഷ. എനിക്ക് അങ്ങയിൽ നിന്നൊരു കുട്ടി ഉണ്ടായ തിരക്കുകൾ. എനിക്ക് രാജ്യമൊന്നും വേണ്ട, കല്യാണം വേണ്ട. സൂക്ഷിക്കണം, സ്ത്രീകളുടെ
പോക്കിരത്തരെന്നോ അല്ലെങ്കിൽ അവരുടെ സാമർഥ്യം എന്നോ ദൈവേച്ഛയെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. സന്താനാപേക്ഷ ഒന്ന്, തൻ്റെ ധർമ്മവും ഭാർഗവാജ്ഞയും, അതായത് പിന്നെ ഈ ദേവയാനിയുടെ അച്ഛൻ അങ്ങയോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നന്നായി ചിന്തിക്കലും ദൈവേച്ഛയെന്നോർത്ത് വഴങ്ങിനാൻ. അതാണ് ഈ മനുസ്മൃതിയിൽ ഒരു സ്ത്രീ ഒരു പുരുഷനോട് സന്താനാപേക്ഷ ചെയ്താൽ നോന്ന് പറയാൻ പാടില്ല. അങ്ങനെ നോന്ന് പറഞ്ഞാൽ പുരുഷനല്ല അയാൾ. അത് എന്താ പറയുക, പിന്നെ മനുസ്മൃതിയിൽ സമ്മതിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു ഓർത്ത് വഴങ്ങി, അതായത് ഈ പിന്നെ എന്താണെന്നാ പറയുക, ശർമ്മിഷ്ഠയുടെ ഒപ്പം ഇദ്ദേഹം കിടന്നു എന്നർത്ഥം ചുരുക്കത്തിൽ. അപ്പോൾ യദു തുർവസുവും ദേവയാനിതൻ നിരുപുത്രരാം, യയാതിയുടെ പട്ടമഹിഷിയായിട്ട് ശുക്രാചാര്യരുടെ മകളെ കൊണ്ടുവന്നുള്ളതിൽ 2 കുട്ടികൾ. യദു തുർവസ് എന്നാൽ ദാസിയായിരിക്കുന്ന ശർമ്മിഷ്ഠയ്ക്ക് 3 കുട്ടികൾ. ആലോചിക്കേണ്ട കാര്യമാണ്. പരമശയോ തൻ്റെ പട്ടമഹിഷിക്ക് 2 കുട്ടികൾ, ദാസിക്ക് 3 കുട്ടികളുണ്ടായി എന്നാണ് പറഞ്ഞത്. മറ്റേവളിൽ മറ്റേവള് ശർമ്മിഷ്ഠയ്ക്ക് ദ്രുഹ്യുവും അനുപൂരുവും, മറ്റേവളിൽ ദ്രുഹ്യു അവനു പൂരുവും 3 പേർകളാം, 3 കുട്ടികൾ. മറ്റവൾക്ക് 2. അസുരപ്പെണ്ണിനെ പുൽകി ഭർത്താവെന്നതറിഞ്ഞുടൻ. അസുരപ്പെണ്ണ് ആരായി? അസുരപ്പെണ്ണ് ശർമ്മിഷ്ഠ, അസുരരാജാവിൻ്റെ പിന്നെ മകളാണ് അല്ലേ. അപ്പോൾ അസുരപ്പെണ്ണിനെ പുൽകി ഭർത്താവെന്നതറിഞ്ഞുടൻ കോപിച്ചു പിതൃഗേഹത്തിലെത്തി ഭാർഗവനന്ദിനി. ശുക്രാചാര്യരുടെ മകള് അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നു. എങ്ങനെ ഇപ്പോൾ ഇത് മറ്റവളെ തൊടാൻ പാടില്ല എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ട് അവൾക്കിപ്പോൾ 3 കുട്ടികൾ, എനിക്ക് 2 കിട്ടിയിട്ടുള്ളൂ. ഇതാണ് പ്രശ്നം. കോപിച്ചു പിതൃഗേഹത്തിലെത്തി ഭാർഗവനന്ദിനി, പിന്നാലെ ചെന്നുതൻ കാന്തൻ കാൽ പിടിച്ചത്ര കെഞ്ചിയും. യയാതി പിന്നാലെ പോയിട്ട് ഈ ശർമ്മിഷ്ഠയുടെ കാല് പിടിച്ചു എന്നാണ് പറഞ്ഞത്. നോക്ക്, അച്ഛനോട് ഇതൊന്നും പറയരുത്. അച്ഛൻ വലിയൊരു സാത്വികനാണ്. അദ്ദേഹത്തിന് എന്തിനാണ് ദുഃഖം ഉണ്ടാക്കണത്? നമ്മൾ തമ്മിലുള്ള വിട്ടുവീഴ്ചകൾ നമ്മളല്ല അനുഭവിക്കേണ്ടത്. പിന്നാലെ ചെന്നുതൻ കാന്തൻ കാൽ പിടിച്ചത്ര കെഞ്ചിയും കൂട്ടാക്കിയിടാതെ അച്ഛനോട് കരഞ്ഞരുളിയൊക്കെയും. അച്ഛനെ അവിടെ ബ്രീഫ് ചെയ്തു. ശുക്രൻ കോപിച്ചരുളിനാൻ കപടൻ ഭോഗലാലസൻ. ആഹാ, യയാതി, തന്നെ ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്. അങ്ങ് കപടനാണ്, കാപ്പട്യമുള്ള ഭോഗലാലസനാണ്. അഹങ്കാരമകറ്റിയിടും ജരബാധിച്ചു വാഴുക നീ. നണക്കൊരു അഹങ്കാരമുണ്ട്, നീ വലിയ ആളാന്നുള്ളത് യയാതി. അത് മാറ്റിത്തരാം, നണക്ക് പെട്ടെന്ന് ജരബാധിക്കട്ടെ. വടിയില്ലാണ്ട് നമുക്ക് നടക്കാറാവില്ല. പിന്നെ നീ എങ്ങനെയാ ദാസിയുടെ മകൾ, എൻ്റെ മകളുടെ അടുത്തേക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, ദാസിയുടെ മകളുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. നണക്ക് ജരബാധിക്കട്ടെ എന്ന് ശപിച്ചു. ജരബാധിച്ചു വാഴുക നീ യയാതി ചൊല്ലിനാൻ, അങ്ങേ പ്രിയപുത്രിയിൽ എപ്പോഴും മുഗ്ധനാണു ഞാൻ. അല്ല, അങ്ങിപ്പോൾ എന്തിനാ എനിക്ക് വയസ്സാവാൻ കാലത്ത്, അല്ല എന്താ പറയുക, വയസ്സാവണേൻ്റെ മുമ്പ് ജര തന്ന് ക്ഷപിക്കുന്നത്? ഞാനിപ്പോഴും അങ്ങയുടെ മകളായിട്ട് നല്ല ലോക്യത്തിലാണല്ലോ. പ്രിയപുത്രിയിൽ ഇപ്പോഴും മുഗ്ധനാണു ഞാൻ. അപരാധം പൊറുക്കണം. ഒരു തെറ്റുപറ്റി അല്ലേ? ഇവിടെ 2 ആൾ, അവിടെ 3 ആൾ. അത് കുറച്ചൊരു കൈപ്പഴവ് അല്ലെങ്കിൽ മനസ്സിന് കൺട്രോൾ ഇല്ലാണ്ട് പോയി. അപരാധം പൊറുക്കണം. അത് കഴിഞ്ഞ് 43-ാമത്തെ ശ്ലോകം 2 വരെയുള്ളൂ. കാര്യം എന്താ? എന്നാൽ ആരെങ്കിലും മാറ്റി തന്നാൽ യൗവനമാർന്നിടാം. ഓഹോ, അപ്പോൾ തൻ്റെ തെറ്റ് സമ്മതിച്ചുല്ലേ? എന്നൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ എണ്ണത്തിൽ 5 മക്കളുണ്ടല്ലോ അല്ലേ? ഒന്ന് എൻ്റെ മകള് പട്ടാമഹിഷിയായിട്ടിരിക്കണു, അവൾക്ക് 2 കുട്ടികൾ. ഞാൻ ആരെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് 3 കുട്ടികൾ. ആരിൽ നിന്നും യൗവനം വാങ്ങുകയാണെങ്കിൽ അങ്ങക്ക് ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാനായി. അപ്പോൾ
അസുര പെണ്ണിനെ പുൽകി ഭർത്താവെന്നത് സോറി അപ്പോൾ ജരബാധിച്ചു യയാതി ചൊല്ലിനാൻ അങ്ങേ പ്രിയപുത്രിയിൽ എപ്പോഴും മാമുഗ്ധനാണ് ഞാൻ ചെയ്തൊരപരാധം പൊറുക്കണം എന്നാൽ ആരെങ്കിലും മാറ്റിത്തന്നാൽ യൗവനമാർന്നിടാം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 44-ാമത്തെ ശ്ലോകത്തിൽ അതെ യയാതി യദുവോടൊട്ടുകാലം നിൻ കാമയൗവനം കുഞ്ഞെ നൽകേണം എന്നർത്ഥിക്കവേ ഓതിയിടിനാനവൻ. ആദ്യത്തെ മകൻ യദുവാണ് അല്ലേ. അപ്പം യദുവിനോട് യദു ഇവിടെ വരൂ, തൻ്റെ യൗവനം കുറച്ച് കാലം തരിക. അച്ഛൻ്റെ ജര ബാധിച്ച പ്രായം വയസ്സത്വം അല്ലെങ്കിൽ വൃദ്ധാവസ്ഥ താൻ സ്വീകരിക്കുക. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ജീവിച്ചത് പോരാ, എനിക്ക് താൻ ജീവിക്കേണ്ടതാ, മകനെ നീ ജീവിക്കണ്ട, ഞാൻ ജീവിക്കട്ടെ. അപ്പോൾ യയാതി യദുവോടൊട്ടുകാലം നിൻ കാമ്യ യൗവനം കുഞ്ഞെ നൽകണം എന്നർത്ഥിക്കവേ ഓതിയിടിനാനവൻ. അച്ഛൻ അകാല വാർദ്ധക്യം വന്നതെങ്ങനെ വാങ്ങിയിടും. അത് പറ്റില്ല അച്ഛാ, അച്ഛൻ്റെ കർമ്മമല്ലല്ലോ ചെയ്തത്, തെറ്റല്ലേ ചെയ്തത്, അതുകൊണ്ടല്ലേ അച്ഛൻ ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയത്. അതുകൊണ്ട് ഈ മകൻ അച്ഛൻ പറഞ്ഞത് കേൾക്കില്ല എന്ന് യദുവിനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ശപിച്ചു. അതാണ് ഈ വായിക്കാൻ പോണത്. നിങ്ങൾക്ക് രാജാധികാരം കിട്ടാതെ കണ്ടിരിക്കട്ടെ. അതാണ് യദുകുലത്തിലുള്ളവർ രാജാക്കന്മാരായില്ല. പക്ഷെ ഭഗവാൻ ആ രാജകുലത്തിനെ തന്നെ തിരഞ്ഞെടുത്തു. അതാണ് ഒരു രാജാവ്, ചക്രവർത്തി എത്ര വീരശൂര ദാന പരാക്രമിയാണെങ്കിലും ഈശ്വരൻ വിചാരിച്ചാൽ എന്ത് ശ്രേയസ് വേണമെങ്കിലും നമ്മൾക്ക് തരാൻ പറ്റും. പ്രമോഷയോ ഇപ്പം എൻ്റെ കാര്യമൊക്കെയാ. ഞാൻ എന്താണെന്നാ പറയുക, ഒരു എന്താണ് പറയുക, അച്ഛൻ അമ്മ ഇൻ്റർകാസ്റ്റ് അയ്യർ, എൻ്റെ അമ്മ നായർ, അതും എത്രയോ 84 വർഷം മുമ്പേ. പക്ഷേ എൻ്റെ അച്ഛൻ ഒരു മഹാമനസ്കനാവ കാരണം എനിക്ക് ഈ ഗോപിക്കുറി കിട്ടി. ഈ ഗോപിക്കുറി അത്ര സുലഭമായിട്ട് ആർക്കും കിട്ടില്ല. കാരണം അതിൻ്റെ പിന്നിൽ ഒരുപാട് ശ്രമങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള നീതിപൂർവമായുള്ള ജീവിതത്തിനെ ആസ്വദിച്ചും കൊണ്ട് ഭഗവാൻ തരുന്ന ദുഃഖമാണെങ്കിലും അതിനെ സന്തോഷമാക്കി മാറ്റാൻ തൻ്റെ ഉള്ളിലുള്ള ഭഗവത് ഇച്ഛ, ഭഗവത് ശക്തിക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ രാജധർമ്മം ഇല്ലെങ്കിലും, അതായത് ബ്രഹ്മശ്രീ വയ്ക്കാൻ പാടില്ല എന്ന് എൻ്റെ ഗുരുനാഥനും പറഞ്ഞു. അതൊക്കെ എനിക്ക് വലിയ ഒരു എവറസ്റ്റ് കയറിയ കൂട്ടത്തിലെ ശ്രേഷ്ഠമായിട്ടുള്ള സൗഭാഗ്യങ്ങളാണ് എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ പണത്തിൻ്റെ പിന്നാലെ പോയിട്ടില്ല, പദവിയുടെ പിന്നാലെ ഞാൻ പോയിട്ടില്ല. എന്നാൽ ഭക്തിയുടെ മാധ്യമത്തിൽ കൂടെ ഞാൻ യാത്ര ചെയ്തു, ഞാൻ രക്ഷപ്പെടും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, സുഖാശവേഗം തീർക്കാകിൽ അവൻ എങ്ങനെ ശാന്തിയാം. ചോദിക്കുകയാണ് അച്ഛൻ, സുഖമായ ആശകളെ വേഗം തീർക്കാകിൽ അവന് എങ്ങനെ ശാന്തിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സുഖത്തിന് വേണ്ടി ജീവിക്കരുത്. പിന്നെയോ ആനന്ദത്തിന് വേണ്ടി. നമ്മുടെ ധർമ്മമാണ് ഈശ്വരോപാസന എന്ന് വിചാരിച്ച് ഈശ്വരനെ ഉപാസിച്ചാൽ നമുക്ക് നേടാൻ സാധിക്കാത്തതായിട്ടൊന്നുമില്ല. ആകയാൽ ഇത് വാങ്ങിയിടിൽ ഉയരാൻ കാലതാമസം. അതുകൊണ്ട് അച്ഛൻ്റെ ഈ വൃദ്ധമായ അവസ്ഥ വാങ്ങി എൻ്റെ യൗവനം തരാൻ എനിക്കിഷ്ടമില്ല. അതുമല്ല, എൻ്റെ താരുണ്യം അച്ഛൻ വാങ്ങുകിൽ ആയതും അധർമ്മമാകും അതെല്ലാം എന്ന് ആ മട്ടും സംശയിപ്പൂ ഞാൻ. അത് ശരിയല്ല അച്ഛാ എന്ന് എനിക്കറിയാം. അച്ഛാതാ പറഞ്ഞത്. അച്ഛൻ്റെ കാര്യം നടക്കില്ല അച്ഛാ പറഞ്ഞു. അതുമല്ല, എൻ്റെ താരുണ്യം അച്ഛൻ വാങ്ങിയില്ലായതും അധർമ്മമാകുമയോ അതെല്ലാം എന്ന മട്ടും സംശയിപ്പൂ ഞാൻ. വെറും ഗ്രാമ്യസുഖത്തിങ്കൽ ആശ ഉൾത്തിങ്ങി നിൽക്കയാൽ. അങ്ങക്കിപ്പോൾ വെറുതെ ഇരുന്നാൽ മതി. ഇപ്പം ഞങ്ങൾ 2, 3, 5 ആൾക്കാരുണ്ട്, 2 പിന്നെ ഭാര്യമാരുണ്ട്. എണ്ണത്തിൽപ്പെടാത്തതാണോ ഒന്ന് സാരില്ല. എന്നാലും ഇനിയും അങ്ങക്ക് ഗ്രാമ്യസുഖത്തിൽ, ലൗകിക സുഖത്തിൽ എന്താ പത്ര വാശി? അങ്ങക്ക് എന്താ എൻ്റെ ആവശ്യം? തിങ്ങി നിൽക്കയാൽ മറ്റു 3 ആളും അതുപോലെ അച്ഛൻ്റെ മഴുതള്ളവേ. അപ്പോൾ 5-ൽ ഒരാളെ യദു നിരസിച്ചു, പിന്നുള്ളവരിൽ 3 ആളും നിരസിച്ചു. അപ്പം ഇനി ഒരാൾ ബാക്കിയുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം കഥ. 2, 3, 5-ൽ ആദ്യത്തെ ഒരാൾ
സമ്മതിച്ചില്ല. പിന്നെ മൂന്നാളും സമ്മതിച്ചില്ല. പിന്നെ ഒരാൾ ബാക്കിയുണ്ട്. അയാൾ എന്താ പറഞ്ഞത്? ഇളയോൻ പൂരുവോടച്ഛൻ ചോദിച്ചാൻ ഗുണവാനവൻ. അച്ഛൻ്റെ ഇംഗിതത്തിന് വഴങ്ങി ജീവിക്കുന്നതാണ് ശ്രേയസ്. അച്ഛൻ തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തില്ലേ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്നാ. ഈ ഒരു ഗുണപാഠം നമ്മൾ പഠിച്ചിട്ടില്ല. തെറ്റ് ചെയ്ത പറഞ്ഞിട്ട് നമ്മൾ അപലപിക്കും. നമ്മളാരാ അപലപിക്കാൻ? നമ്മൾ അച്ഛനെ പിതൃദേവോ ഭവ എന്നുള്ള സങ്കല്പത്തിൽ കാണാൻ പറ്റുമോ ഇല്ലയോ? അദ്ദേഹം ചിലപ്പോൾ ചാരായക്കാരനാവാം, അല്ലെങ്കിൽ പിമ്പാവാം, എന്ത് ദോഷമുണ്ടെങ്കിലും നമ്മളത് നോക്കരുത്. എനിക്ക് എൻ്റെ അച്ഛൻ പരമാത്മസ്വരൂപനാണ്, എനിക്ക് എൻ്റെ അമ്മ പരമാത്മസ്വരൂപിണിയാണ്, എനിക്ക് എൻ്റെ ആചാര്യൻ പരൻപുരുഷനാണ് എന്ന ധാരണ നമ്മളിലുണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടില്ല. ഞാൻ സോറി ടു ടെൽ യു ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇവിടെ ഇളയോൻ പൂരുവോടച്ഛൻ ചോദിച്ചാൻ ഗുണവാനവൻ ജ്യേഷ്ഠരെ പോലെ തള്ളായൻ വാക്യം ഓർക്കേണം ഉണ്ണീ നീ. ആ യയാതി തൻ്റെ 5 മക്കളിൽ ഏറ്റവും ഇളയവനായിരിക്കുന്ന പുരുവനോട് എത്ര മാനസികമായി മകനെ 4 പേരും എന്നെ ധിക്കരിച്ചു, 5-മനായി നീ എന്നെ ധിക്കരിക്കാതെ കണ്ടിരിക്കണം എന്നുള്ള ഒരു പ്രേമ വിവശതയോടുകൂടി, സ്നേഹവിവശതയോടുകൂടിയാണ് പറഞ്ഞത്. ഇളയോൻ പൂരുവോടച്ഛൻ ചോദിച്ചാൻ, അവൻ ഗുണവാനവൻ. അത് പറഞ്ഞു കഴിഞ്ഞു കവി. വ്യാസർ പറഞ്ഞു ഗുണവാനാണ്. ജ്യേഷ്ഠരെ പോലെ തള്ളായൻ വാക്യം. അച്ഛൻ പറയാണ്, യയാതി പറയാണ്, തൻ്റെ 4 സഹോദരന്മാരെ പോലെ എന്നെ താൻ നിരാകരിക്കരുത്. തള്ളായൻ വാക്യം ഓർക്കേണം ഉണ്ണീ നീ. പുരുചൊല്ലിടിനാൻ അച്ഛൻ എന്തുണ്ടു പകരം തരാൻ. അച്ഛന് എൻ്റെ യൗവനം വേണമല്ലേ, തരാം. അച്ഛൻ എനിക്ക് പകരം എന്താ തരാൻ പോണത്? അപ്പോൾ പുരുചൊല്ലിടിനാൻ അച്ഛൻ എന്തുണ്ടു പകരം തരാൻ. മഹത്താം മാനുഷം ദേഹം തന്നതിൽ തക്ക മാതിരി. അതായത് മഹത്താം മാനുഷം ദേഹം തന്ന് അതിൻ തക്ക മാതിരി. എൻ്റെ യൗവനത്തിന് കടപിടിക്കുന്നതായിട്ടുള്ള ഒരു ദേഹം അച്ഛന് തരാൻ പറ്റുമോ? എന്താ വെച്ചാൽ ഞാൻ സ്വീകരിച്ചോളാം. അപ്പം ഇത് 50-ാമത്തെ ശ്ലോകം. 51-ാമത്തെ ശ്ലോകം ഞാൻ എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം അത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഉപദേശമാണ്. എന്താ അത്? ഉത്തമൻ ചെയ്വൂ ചൊല്ലാതെ. രാമായണത്തിലുള്ള അതേ ഇതാണ്. ഉത്തമൻ ചെയ്വൂ ചൊല്ലാതെ. അച്ഛൻ്റെ അമ്മയുടെ ഗുരുനാഥൻ്റെ ഇംഗിതം പറയാതെ കണ്ട് ചെയ്യുന്നവൻ ഉത്തമൻ, പറഞ്ഞു ചെയ്യുന്നവൻ മധ്യമൻ, പറഞ്ഞിട്ടും ചെയ്യാത്തവൻ പിതൃമലം. അച്ഛൻ്റെ കാഷ്ടം അല്ലെങ്കിൽ അമ്മയുടെ കാഷ്ടം അല്ലെങ്കിൽ ആചാര്യൻ്റെ കാഷ്ടം. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ 8, 10, 12 വയസ്സ് മനസ്സിലാക്കിയാൽ ഗുരുപദേശം തെറ്റാതെ കണ്ടിരിക്കുക, അമ്മയെ നിന്ദിക്കാതെ കണ്ടിരിക്കുക, അമ്മയുടെ ആഗ്രഹാഭിലാഷങ്ങളെ നിറവേറ്റുക, പിതൃവാക്യം ഈശ്വരവാക്യമായിട്ട് സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ നിർവൃതിക്ക് വേണ്ടി അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിന് എന്ത് കല്ലും മുള്ളും ചവിട്ടേണ്ടി വന്നാലും ലേറ്റർ ഓൺ നമ്മൾ തങ്കപ്പരവതാനി വിരിച്ച ഒരു മെത്തയിൽ കൂടെ നടക്കാൻ സാധിക്കും നമുക്ക്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണത്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കുറച്ച് കാലം ഞാൻ ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 81 എൻ്റെ ഓരോ ചെയ്തികളും ആൾക്കാർക്ക് അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാൻ സാധിക്കാണ്ട് എന്നെ കൊല വിളിച്ചിട്ടുണ്ട്, ചവിട്ടി തേച്ചിട്ടുണ്ട്, ചവിട്ടി മെതിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ നാരായണ 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 നാരായണ, ആ നാരായണ എന്നുള്ള 4 അക്ഷരത്തിൻ്റെ മാഹാത്മ്യത്തോടു കൂടി നിങ്ങൾ എന്ത് പറഞ്ഞാലും പ്രഹ്ലാദൻ പറഞ്ഞ പോലെ എനിക്കുണ്ടൊരച്ഛൻ, ആരാ? ലോകൈകനാഥൻ. എനിക്കുണ്ടൊരമ്മ, ആരാ? ലോകൈകനാഥ ഭൂമിദേവി. എത്ര കോടാനുകോടി ജീവജാലങ്ങൾക്ക് ആധാരമായിട്ടാണ് ആ അമ്മ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം.
അതുകൊണ്ടാണ് പറഞ്ഞത് ഉത്തമൻ ചെയ്യൂ ചൊല്ലാതെ ചൊല്ലിയാൽ ചെയ്യൂ മധ്യമൻ മടിച്ചു ചെയ്യും മതമൻ ചെയ്യാത്തോൻ അധമാധമൻ. ചെയ്യാത്തോൻ അധമാധമൻ. നാലാമത്തത് കൂടി പറഞ്ഞു. അതായത് ഉത്തമൻ ചെയ്യൂ ചൊല്ലാതെ ചൊല്ലിയാൽ ചെയ്യൂ മധ്യമൻ മടിച്ചും മതമൻ. എന്തപ്പം ചെയ്യാം? എന്നെ മാത്രമേ കണ്ടുള്ളൂ ഇപ്പം ഇതിനെ. എന്ത് വേണം ചെയ്യാം? മനസ്സെല്ലാം മനസ്സോടുകൂടി. പിന്നെ മനസ്സെല്ലാം മനസ്സോടുകൂടി എതിർത്ത് നിൽക്കണം. ചെയ്യില്ല ഞാൻ എന്ന് പറയണത് അധമനിൽ വെച്ച് അധമണ്ണാവണത്. ഈ മട്ട് അച്ഛൻ്റെ വാർദ്ധക്യം വിനീതൻ പുരുവാങ്ങിനാൻ അവൻ്റെ യൗവനം കൊണ്ടു മോദിച്ചാൻ നൃപൻ എത്രയും. ആരെ? യയാതി. സപ്തദ്വീപാധിപൻ. ആരാ യയാതി? 7 വൻകരകൾക്കും ഏകഛത്രാധിപതിയായിട്ട് ചക്രവർത്തിയായിട്ട് ഇരിക്കുകയാണ്, സാമ്രാട്ടായിട്ട് ഇരിക്കുകയാണ് 7 വൻകരകൾക്ക്. അപ്പോൾ സപ്തദ്വീപാധിപൻ വേണ്ടും വിധം സർവജനത്തെയും അച്ഛനെ പോലെ പാലിച്ചാൻ അവ്യാഹത ബലേന്ദ്രിയൻ. പ്രാണവല്ലഭയാം ദേവയാനിയും പ്രിയകാന്തനെ സേവിച്ചാലെത്രയും സ്നേഹം പൂർവകം മതിശാലിൻ. അവിടെ അതാണ് പ്രാണവല്ലഭയാം ദേവയാനിയും. ദേവയാനി പട്ടമഹിഷി, അത് ശ്രദ്ധിക്കണം. പട്ടമഹിഷി ശുക്രാചാര്യരുടെ മകള് ദേവയാനി. ആ പ്രാണവല്ലഭയാം ദേവയാനിയും പ്രിയകാന്തനെ സേവിച്ചാലെത്രയും സ്നേഹപൂർവകം മതിശാലിനി. മനസ്സ് നന്നായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഭൂരിദക്ഷിണയജ്ഞങ്ങൾ പലതും ചെയ്തു ഭൂവരൻ. ചക്രവർത്തിയായിട്ട് വാഴുന്ന യയാതി എന്ത് ചെയ്തു? ഭൂരിദക്ഷിണയജ്ഞങ്ങൾ പലതും, ഭൂമി തന്നെ ദാനം ചെയ്തിട്ട് ഒട്ടനവധി യാഗങ്ങൾ യജ്ഞങ്ങൾ ചെയ്തു. യജിച്ചാൻ വേദാന്ത വേദനാം യജ്ഞമൂർത്തിയെ. എന്താണ്? സാക്ഷാൽ ആദിനാരായണനെ യജിച്ചു തന്നെ അർത്ഥം പറയണം. എന്താ അങ്ങനെ പറയാൻ? യജിച്ചാൻ വേദാന്ത വേദനം. വേദാന്തങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന യജ്ഞമൂർത്തിയെ. ആദിനാരായണൻ ആരാണ്? യജ്ഞമൂർത്തി, വരാഹമൂർത്തി, യജ്ഞമൂർത്തി. എന്നിട്ടോ വാനിൽ കാർനിര പോലാരാം തന്നിൽ തന്നെ ചരാചരം. വാനിൽ കാർനിര പോലെ, ആകാശത്ത് മഴക്കാറുകളെ പോലെ ആരാണ്? തന്നിൽ തന്നെ ചരാചരം, എല്ലാ ചരിക്കുന്നതും ചരിക്കാത്തതുമായ ജീവജാലങ്ങളെ ദേഹ ഇന്ദ്രിയാദിയാൽ നാനാവിധം തോന്നുന്ന മാതിരി. എന്താ തോന്നുന്ന മാതിരി എന്ന് പറഞ്ഞാൽ? ഓരോ വ്യക്തികളും ചെയ്തിട്ടുള്ള പ്ലസ് മൈനസ് പുണ്യ പാപങ്ങൾ, ദുരിതം സുഹൃതം അനുസരിച്ച് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് തെറ്റാതെ കണ്ട് അതിൻ്റെ ആ കർമ്മങ്ങളുടെ ഫലം കൊടുത്ത് അവരെ എന്ത് ചെയ്യണു? സംസാരസാഗരേ മഗ്നം. സംസാരത്തിൽ സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിച്ച് തീർക്കണം. അതിൽ ബുദ്ധിമാന്മാർ പുനരഭിജനനം പുനരഭിമരണം ഇല്ലാത്ത അവസ്ഥയെ പ്രാപിച്ച് മോക്ഷത്തിന് വഴങ്ങും. ചിലവരുണ്ട് ഇതൊന്നും അറിയാതെ കണ്ടുള്ളവർക്ക്, അവർക്ക് ഒരു പ്രശ്നമില്ല, അവർ പുനരഭിജനനം പിന്നെ അതിന് വേറെ ചില സമർത്ഥന്മാരുണ്ട്, യോഗീശ്വരന്മാർ, അല്ലെങ്കിൽ നാരദ ഋഷിനെ പോലെയുള്ള ദേവർഷി. എനിക്ക് മോക്ഷവും വേണ്ട സ്വർഗവും വേണ്ട. എന്താ ഈ സ്വർഗം വേണ്ട എന്ന് പറയാൻ കാരണം? ആ സ്വർഗത്തിൽ നമ്മൾ ചെയ്ത പുണ്യങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യം മനുഷ്യനായിട്ട് അല്ലെങ്കിൽ എന്താ ആഗ്രഹിച്ചാൽ അതായിട്ട് തീരും നമ്മൾ. അപ്പോൾ മോക്ഷം വേണ്ട എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ആരും അറിയില്ല, അങ്ങനൊരു കുഴപ്പമുണ്ട് മോക്ഷം നേടുക. നേരെ മറിച്ച് ഭക്താഗ്രസേരൻ, ഭക്താഗ്രണി ആയാലോ, ഭക്തോത്തമനായ എന്താ? നാരദരെ പോലെ ഈശ്വരൻ്റെ അപദാനങ്ങൾ പാടി നടക്കാം. അതാണ് വ്യത്യാസം. അപ്പോൾ പറഞ്ഞു, ദേഹേന്ദ്രിയ ആദിയാൽ നാനാവിധം തോന്നുന്ന മാതിരി സ്വപ്നങ്ങൾ പോലെ മിന്നിച്ചും മായ്ച്ചും ഉള്ളിൽ വിളങ്ങുവോൻ. ആര്? ഈശ്വരൻ അവരവരുടെ ഉള്ളിൽ വിളങ്ങുന്നവനാണ് എന്ന് മനസ്സിലാക്കണം.
അല്ലാതെ കണ്ട് ലീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പഴനിക്ക് പോവാം, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോവാം, അല്ലെങ്കിൽ തിരുമല വെങ്കടേശനെ പോയി കാണാം, ഗുരുവായൂർ ഭജന പാർക്കാം. അല്ല, ഇവിടെ പറഞ്ഞു ആ മായ. അപ്പോൾ സ്വപ്നങ്ങൾ പോലെ മിന്നിച്ചും മാച്ചും ഉള്ളിൽ വിളങ്ങുവോൻ ആ മഹാപ്രഭുവെ തന്നെ ഭജിച്ചാൻ ഭക്തിപൂർവകം. എപ്പോഴും വിവരം വെച്ച ദിവസം മുതൽ മരണം വരെ നമ്മൾ എന്ത് ചെയ്യണം? തൻ്റെ ഉള്ളിൽ നിവസിക്കുന്ന ശ്രീനിവാസനെ അനവരതം ഭജിച്ചുകൊണ്ടിരിക്കണം. പിന്നെ പറഞ്ഞു അവസാനത്തെ ശ്ലോകം, മാനസം ഇന്ദ്രിയം ഇവയാൽ അനവധി കാലം നുകർന്ന സുഖമേതും. ലൗകികമായി അനുഭവിച്ചിട്ടുള്ളത് ഒന്നും നിതാന്തമായിട്ടുള്ള ശാന്തിയും സമാധാനം തരില്ല. ആലോചിച്ച് നോക്കണം. ഞാൻ 2014 ഒരു സപ്താഹം ചെയ്യുണ്ടായി. എവിടെ? ആഞ്ഞം കുടുംബത്തിൻ്റെ കുലദേവതയായ തൊണ്ടിന്നൂര് ഉണ്ണികൃഷ്ണ ക്ഷേത്രത്തിൽ. അപ്പോൾ ആദ്യത്തെ സപ്താഹം ഗംഭീരായി. 95,000 രൂപ കോർപ്പസ് ഫണ്ട്. അപ്പോൾ ആ കുട്ടികൾ എന്ത് ചെയ്തു? ഉടനെ ഒരു എന്താ പറയുക, അഗ്രശാല പോലെ ഒരു ഹാള്, അതിന് ഫൗണ്ടേഷനും റൂഫും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഗംഭീരമായിട്ട് ചുമരുകളും ഗ്രില്ലും ഫാനും ഒക്കെ വെച്ച് അവർ അടിച്ച് പൊളിച്ച് നേരാക്കി. പക്ഷേ അത് ലോക്കൽ കമ്മിറ്റിക്കാർക്ക് അത്ര ഇഷ്ടമായില്ല. അവർ വേറെ എന്തൊക്കെയോ ചെയ്തു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിലൊരു ആൾ എനിക്ക് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ടാണ്. ജൂൺ 2 അവർ ഒരു 5 ആൾ കൂടിയിട്ട് ഒരു 120 കുട്ടികൾ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പല വിശ്വാസ പ്രമാണങ്ങളിലുള്ളവരും, അതായത് ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യൻസൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് പുസ്തകം, നോട്ട്സ് ബുക്ക് അവർക്ക് വിതരണം ചെയ്യണം. അവർ കണ്ടുപിടിച്ചത് എന്നെ. ഇന്ന് ഉച്ചയ്ക്കുണ്ട് 2:30 മണിക്ക് ഒരു അരമണിക്കൂർ സംസാരം. അപ്പോൾ ജൂൺ 2 രാജേട്ടൻ വന്ന് അത് ചെയ്തു തരണമെന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്നും പറഞ്ഞു. ഇത് കേട്ടിട്ട് എൻ്റെ ഭാര്യ വന്നു, എന്താ രാജേട്ടാ, ജൂൺ 2 അവളുടെ കസിൻ്റെ 2ാമത്തെ മകളുടെ നിശ്ചയമാണ്. അപ്പോൾ ആ നിശ്ചയത്തിന് എങ്ങനെ പോകാണ്ടിരിക്കുക? നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമല്ലേ. ഒടുക്കെങ്കിലും ഞാൻ അവനോട് പറഞ്ഞു, ഒന്നല്ലെങ്കിൽ അന്ന് 2 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും വെച്ചോ, ഞാൻ ഊണ് വെച്ചിട്ട് വേഗം വരാം. എന്തപ്പോൾ എനിക്കതിലുള്ള ലാഭം? എൻ്റെ ലാഭം 500 രൂപ ഡ്രൈവർക്ക്, 500 രൂപ പെട്രോളും. പക്ഷേ ഞാനത് അവരുടെ നിന്ന് വാങ്ങുന്നില്ലല്ലോ. എന്നാൽ പിഞ്ചോമന മക്കൾ, സർവജീവ ഗുഹാശയ 120 ആളെ എനിക്ക് ഷെയ്ക്കൻഡ് ചെയ്യാം, അവരുടെ തലോടാം, അവരെ ഒന്ന് പാറ്റ് ചെയ്യാം. എൻ്റെ കൈകൊണ്ട് അവർക്ക് ആ പുസ്തകം കൊടുക്കാം. അപ്പോൾ ഈശ്വരൻ്റെ ലീലാവിലാസങ്ങൾ എന്തൊക്കെയാണ് ആലോചിച്ച് നോക്കൂ. നമ്മളെ എത്ര ഉയരത്തിലാണ് ഈശ്വരൻ എത്തിക്കണത്. അപ്പോൾ ഞങ്ങൾ ഈ 5 കുട്ടികൾ, ഈ കമ്മിറ്റിക്കാരനെ ഞാൻ അത് കഴിഞ്ഞാൽ പിന്നെ കണ്ടിട്ടില്ല. പക്ഷേ അവരെന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ പലവരുടെയും വിവാഹ ദിവസം അല്ലെങ്കിൽ പിറന്നാൾ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ കാര്യമ്പോൾ ഞാൻ ഹരേ കൃഷ്ണ ബെസ്റ്റ് വിഷസ് എന്ന് എഴുതും ഞാൻ. അതിൻ്റെ ഒരു വൈബ്രേഷൻ, അതാ ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? മാനസ ഇന്ദ്രിയം ഇവയാൽ അനവധി കാലം നുകർന്ന സുഖമേതും ശരിയാം സംതൃപ്തി മഹീവരനിൽ വരുത്തില മായികം സംകലം. യയാതി എത്ര കാലം ലൗകികമായി ജീവിച്ചുവോ അത്രയും കാലം ജീവിച്ചിട്ടും തൻ്റെ മകൻ, 5ാമത്തെ മകൻ പുരു തന്നിട്ടുള്ള യൗവനം വെച്ച് ഏകഛത്രാധിപതിയായിട്ട് 7 വൻകരകളെയും ഭരിച്ചുകൊണ്ടിരുന്നിട്ടും അദ്ദേഹത്തിന് സംതൃപ്തി തോന്നിയില്ല. നേരെ മറിച്ച് പട്ടാമ്പിയനെ പോലെ എന്താ പറയുക, കൊറോണ കഴിഞ്ഞ് ആ ഏപ്രിൽ മെയ്യിൽ 5 ബുക്കിംഗ്, സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറഞ്ഞ മാതിരി നിരാകരിച്ചുകൊണ്ട് ഈ റൈച്വൽസിൽ എനിക്ക് ആഗ്രഹമില്ല എന്ന്
നിഷ്പക്ഷമായിട്ട് പറയുന്ന മാതിരി അവരെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഉള്ളോട്ട് വലിഞ്ഞു. ഉള്ളോട്ട് വലിയ ചെയ്തത്. കാരണം റേച്വൽസ് ഇതിലെനിക്കുണ്ടാവുന്ന ഒരു ആത്മീയ സംതൃപ്തി ഓരോ എപ്പിസോഡുകളും എൻ്റെ മനോധർമ്മം പോലെ എനിക്ക് പറയാൻ സാധിക്കണം. ഈശ്വരൻ എന്നെ കൊണ്ട് പറയിക്കണം. അതുകൊണ്ടാണ് മാനസം ഇന്ദ്രിയം ഇവയാൽ അനവധി കാലം നുകർന്ന സുഖത്തെ സുഖമേതും ശരിയാം സംതൃപ്തി മഹീവരനിൽ വരുത്തില മായികം സങ്കലം. അപ്പോൾ ഈശ്വരാർച്ചനയാണ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ മായ നമ്മളെ തൊടില്ല. അല്ല, ഈശ്വരാർച്ചനയിൽ ലൗകികം നമ്മൾ കളവ് ചെയ്താലോ മായ നമ്മളെ പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലും നമ്മളെ. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ വിഭൂതി കാണ്ഡേ 32 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ് നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.